എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നിയ്യത്തുകളെ കൊണ്ടാണ്. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കരുത്ത് നന്നാവണം. എന്ത് കാര്യം നല്ലത് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാതെ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാവണം, നല്ല ഉദ്ദേശത്തോടു കൂടെ ആവണം, അല്ലാതെ അത് സ്വീകരിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീൻ അൽ ഗസാലി ഇമാമ പറഞ്ഞ ഒരു സംഭവം, മഹാനായ ഒരു പണ്ഡിതനായ സൂഫി വര്യൻ, അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വലിയ മഹാനാണ്. അള്ളാഹുവിലേക്ക് ഏത് സമയവും ലയിച്ചുകൊണ്ട് ചേർന്നുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സൂഫി വര്യനായ വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ നാട്ടുകാരോ ഒരു വൃക്ഷത്തെ ആരാധിക്കുന്നവരാണ്, വൃക്ഷത്തെ പൂജിക്കുന്നവരാണ്. നാട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ട് ആ മരത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് വൃക്ഷത്തിനെ ആരാധിക്കുന്ന ഒരു ജനതയുള്ള കാലമാണ്. ഈ സൂഫി വര്യൻ എന്ത് ചെയ്തു? അള്ളാഹു ഏകനാണെന്നോ, അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവെന്നോ, അള്ളാഹുവാണ് നമ്മുടെ ദൈവമെന്നോ, ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോക നിയന്താവായ അള്ളാഹു ഏകനാണെന്നോ ജനങ്ങളോട് പറഞ്ഞിട്ട് പോലോ അവരൊന്നും അത് മുഖവിലക്കെടുക്കാതെ ഈ വൃക്ഷത്തിന് വേണ്ടി ആരാധിക്കുകയാണ്, വൃക്ഷത്തിന് വേണ്ടി പൂജിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൂഫി വര്യൻ ഒരിക്കൽ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ നിന്നൊരു കോടാലി അങ്ങെടുത്തിട്ട് ആ വൃക്ഷമങ്ങ് മുറിച്ചു കളയണം എന്ന ധാരണയോടെ ചിന്തയോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വൃക്ഷത്തിന്റെ അരികിലേക്ക് അങ്ങെത്തുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അയാള് പറയുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഈ വൃക്ഷത്തിനെ നിങ്ങൾ എന്തിനാ മുറിച്ചു കളയുന്നത്? സൂഫി വര്യൻ പറഞ്ഞു, ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്നോ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ജനങ്ങളൊക്കെ ഈ വൃക്ഷത്തിനെയാണ് ആരാധിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് മുറിച്ചു കളയുക തന്നെ ചെയ്യുമോ? സൂഫി വര്യൻ പറഞ്ഞു. അപ്പോ ഈ വന്ന മനുഷ്യൻ പറയുകയാണ്, അത് ശൈത്താനാണ് വന്നത്, പിശാചാണ് വന്നിരിക്കുന്നത്. ആ ശൈത്താൻ ഈ സൂഫി വര്യനോട് പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ വൃക്ഷത്തിനെ മുറിക്കാൻ വരുന്ന സമയം കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ലേ? അതുകൊണ്ട് ഈ സമയം കൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിച്ചുകൂടെ? മാത്രമല്ല, അള്ളാഹുവിൽ നിന്നിട്ട് വല്ല സന്ദേശവും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ വൃക്ഷം മുറിച്ചു കളയാൻ? അതുകൊണ്ട് നിങ്ങൾ ഈ വൃക്ഷത്തിനെ മുറിച്ചു കളയരുത്. സൂഫി വര്യൻ സമ്മതിച്ചില്ല. ആ വൃക്ഷത്തെ മുറിച്ചു കളയാൻ വേണ്ടി കോടാലിയുമായിട്ട് ആ വൃക്ഷത്തിന്റെ അരികിലേക്ക് അങ്ങ് ചെന്നപ്പോൾ പിശാച് അദ്ദേഹത്തെ തടയുകയാണ്. രണ്ടുപേരും കൂടെ മൽപിടുത്തം നടത്തുന്നു. അതിൽ ശൈത്താൻ പരാജയപ്പെടുന്നു. ഉടനെ ശൈത്താന് പറഞ്ഞു, ഓ മഹാനായ മനുഷ്യ, നിങ്ങൾ ഈ വൃക്ഷത്തെ മുറിക്കാതെ തിരിഞ്ഞു പോയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 2 വെള്ളി കൊണ്ട് വന്നു തരാം. ആ കരാറ് മഹാനവറുകൾ സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസവും മുതൽ ഈ ശൈത്താൻ ഈ സൂഫി വര്യന്റെ അരികിൽ വന്നിട്ട് 2 വെള്ളി കൊടുക്കുകയാണ്. അങ്ങനെ അന്നും കൊടുത്തു, പിറ്റേന്നും കൊടുത്തു, അതിന്റെ പിറ്റേന്നും കൊടുത്തു. 3 ദിവസം ഈ ശൈത്താൻ വന്നു കൊടുത്തു. 4-മത്തെ ദിവസം ശൈത്താനെ കാണാനില്ല. വെള്ളിക്കാശ് കൊണ്ടുവന്ന് തന്നില്ലെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മഹാനവറുകൾ എന്ത് ചെയ്തു? താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കോടാലി അങ്ങെടുത്തു. എന്നിട്ട് ആ വൃക്ഷം മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് മരത്തിന്റെ ചുവട്ടിലങ്ങെത്തിയപ്പോൾ ശൈത്താൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ശൈത്താൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് മരം മുറിക്കാൻ വീണ്ടും വന്നത്?
സൂഫി വര്യൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നില്ലേ? നിങ്ങൾ എനിക്ക് എല്ലാ ദിവസവും 2 വെള്ളിക്കാശ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ നിങ്ങൾ 4ാമത്തെ ദിവസം കൊണ്ടുവരാതിരുന്നത്? ശൈത്താൻ പറഞ്ഞു, എനിക്ക് തരാൻ ഇനി മനസ്സില്ല, പക്ഷേ നിങ്ങളിത് മുറിക്കാനും പാടില്ല, ഞാനിത് മുറിക്കുക തന്നെ ചെയ്യും. ഓടാലിയങ്ങെടുത്തിട്ട് മരത്തിനരികിലേക്ക് വെട്ടാൻ വേണ്ടി ഓങ്ങിയങ്ങ് ചെന്നപ്പോ ശൈത്താൻ തടയുകയാണ്. അവർ രണ്ടുപേരും കൂടെ മൽപിടുത്തം നടത്തുകയാണ്. അതിൽ ആ സൂഫി വര്യൻ പരാജയപ്പെടുകയാണ്. ശൈത്താൻ അദ്ദേഹത്തിന്റെ മുകളിൽ അങ്ങ് കയറി നിന്നിട്ട് പറഞ്ഞു, എടാ സൂഫി വര്യ, നീ കഴിഞ്ഞ തവണ എന്നെ പരാജയപ്പെടുത്തിയത് നിനക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടായിരുന്നു. ഈ വൃക്ഷത്തിന് അള്ളാഹുവല്ലാത്ത ഒരു ആരാധന ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഈ ജനങ്ങൾ വന്ന് ഈ വൃക്ഷത്തിന് സുജൂദ് ചെയ്യുമ്പോൾ, ഈ വൃക്ഷത്തിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ഉദ്ദേശം? അള്ളാഹുവിനോടുള്ള സ്നേഹമായിരുന്നു, അള്ളാഹുവിനോടുള്ള പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഈ വൃക്ഷം മുറിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ആ വെള്ളിക്കാശ് കിട്ടാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായവും ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കരുത്ത് നന്നാവണം. ആ കരുത്തുണ്ടാകുമ്പോഴേ അള്ളാന്റെ സഹായം ലഭിക്കുകയുള്ളൂ. മനസ്സിന്റെ ഉള്ളിലുള്ള നിയ്യത്തുകൾ എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയോ. അല്ലാതെ അള്ളാന്റെ സഹായം ലഭിക്കില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കരുത്തുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് അള്ളാന്റെ സഹായം ലഭിക്കുള്ളൂ. ഇത് കാര്യം അങ്ങനെ തന്നെ, ഏത് വിഷയങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ.